ഇന്ന് രാവിലെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു. മഴ നിൽക്കണേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പൂവിടലൊക്കെ നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. ഏകദേശം 9:30 ആയപ്പോഴാണ് ഞാൻ പൂവിടാൻ തുടങ്ങണത്. അപ്പോൾ തന്നെയാണ് അമ്മ പൂവൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരുന്നത്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. മഴ ജസ്റ്റ് ഒന്ന് തോർന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങിയത്. അതും താൽക്കാലികം മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞത് നല്ല മഴയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂവ് ഇതുവരെ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ മഴയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ള പൂവ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇടണം. അത്തം കറുത്ത ഓണം വെളുക്കും എന്നൊക്കെയല്ലേ പറയാലോ. എന്തായാലും ഇപ്രാവശ്യം അത്തം നല്ല വെളുത്തിട്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം എന്തായാലും ഇപ്രാവശ്യം മഴ കൊണ്ടുപോകും. അതുപോലെ തന്നെ സംഭവിക്കാനാണ് പോണത്. കാരണം മഴക്കാലം പോലത്തെ മഴയായിരുന്നു ഇന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ എനിക്ക് മഴേനെ എനിക്കിഷ്ടം തന്നെയാണ്. പക്ഷേ ഈ വിശേഷ ദിവസങ്ങളിലും അതുപോലെ നമ്മൾ പുറത്ത് പോകേണ്ട സമയം, അതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു ഇഷ്ടക്കേടാണ് കേട്ടോ. അല്ലാത്തപ്പോൾ മഴ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് മഴയ്ക്ക് വരാൻ പറ്റുമോ അല്ലേ? ഈ വർഷത്തെ ഓണത്തിന് ഇനി ആകെ ഒരേ ഒരു ദിവസം മാത്രം. നാളെ ഉത്രാടായി, മറ്റന്നാൾ തിരുവോണമായി. അങ്ങനെ 2026 ഓണം കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് വരും. ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 എന്നുള്ള വർഷവും കഴിയും. 2027ലേക്ക് നമ്മൾ കിടക്കും. ഓരോ വർഷം ഓരോ ദിവസം ഓരോ മണിക്കൂർ എത്ര പെട്ടെന്നാണ് നീങ്ങി പോണത്. അങ്ങനെ ഓരോ ആഘോഷങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. പണ്ടത്തെ ഓരോ ചിന്തയിലേക്ക് ഞാൻ പോകട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലായതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. കാരണം എനിക്ക് ഇപ്പോൾ ഓരോ ആഘോഷമാണെങ്കിൽ പോലും പണ്ടത്തെക്കാളിലും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അധികമെങ്കിൽ പോലും എനിക്ക് ആ പണ്ടത്തെ സന്തോഷവും സമാധാനവും കിട്ടാറില്ല കേട്ടോ. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും ഞാനും അമ്മയും അനിയനും അടങ്ങുന്ന ഞങ്ങളുടെ 4 പേരടങ്ങുന്ന കുഞ്ഞു ലോകമാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷവും സമാധാനവും തരുന്ന ഒരു ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്തോ അത് ഇപ്പം എന്തൊക്കെ ആണെങ്കിൽ പോലും അതൊരു വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ് എനിക്ക്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞ് വിഷമിക്കുന്നില്ല. എന്തായാലും നമ്മുടെ പൂക്കളം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂരാടത്തിന് കുട്ടി പൂരാടം എന്നും കൂടി പറയുന്നു തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. നാളത്തെ പൂക്കളായിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.